എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ജീവിതം ഒരു ഓട്ടമാണല്ലേ. ജോലിയുടെയും ഉത്തരവാദിത്തങ്ങളുടെയും പിന്നാലെ നമ്മൾ നിരന്തരം ഓടുകയാണ്. കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം നമ്മൾ ഇരിക്കാറുണ്ട്. മൊബൈൽ ഫോണിൽ നിന്നും കണ്ണെടുക്കാത്ത അവസ്ഥ. ഒരു നിമിഷം പോലും വിശ്രമിക്കാൻ സമയം കിട്ടുന്നില്ല. എന്നാൽ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമ്മൾ മറന്നു പോകുന്ന ഒരു പ്രധാന കാര്യമുണ്ട്. അത് നമുക്ക് അത്രയും ആവശ്യമുള്ളൊരു കാര്യവുമാണ്. അതായത് ഇടവേളകൾ എടുക്കുക എന്നത്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കണ്ടിന്യൂസ്ലി ജോലികൾ ചെയ്താൽ കൂടുതൽ ഉൽപ്പാദനക്ഷമത ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇത് തെറ്റാണ്. നമ്മുടെ മനസ്സിനും ശരീരത്തിനും വിശ്രമം ആവശ്യമാണ്. ഇടവേളകൾ എടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് എത്രമാത്രം പ്രധാനമാണെന്ന് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഒന്നാമതായി, ഇടവേളകൾ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും. തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ക്ഷീണിക്കും. ഇത് മാനസിക സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകും. ഇടവേളകളിൽ മനസ്സിനൊരു റിഫ്രഷിംഗ് കിട്ടുന്നു. ഒരു ചെറിയ നടത്തം, ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ കൂട്ടുകാരുമായി സംസാരിക്കുക, ഇതെല്ലാം മനസ്സിനെ റിലാക്സ് ചെയ്യാൻ സഹായിക്കും. ഇത് നമ്മുടെ ചിന്താശേഷിയെയും ക്രിയേറ്റിവിറ്റിയും വർദ്ധിപ്പിക്കും. രണ്ടാമതായി, ഇടവേളകൾ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നു എന്ന് തിരിച്ചറിയണം. മണിക്കൂറുകളോളം ഒരേ പൊസിഷനിൽ ഇരിക്കുന്നത് നടുവേദന, കഴുത്തുവേദന, കണ്ണിന് സ്ട്രെയിൻ എന്നിവയ്ക്ക് കാരണമാകും. ഇടയ്ക്കിടെ എഴുന്നേറ്റ് നടക്കുന്നത് രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും പേശികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഇത് നമ്മുടെ ശരീരത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കും. മൂന്നാമതായി, ഇടവേളകൾ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഒരു ടാസ്ക് കണ്ടിന്യൂസ്ലി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് ക്ഷീണിക്കും. ഒരു ചെറിയ ഇടവേള എടുത്ത ശേഷം തിരികെ വരുമ്പോൾ കൂടുതൽ ശ്രദ്ധയോടെയും ഫ്രഷായും ജോലി ചെയ്യാൻ സാധിക്കും. പോമഡോറോ ടെക്നിക് പോലുള്ള രീതികൾ ഇതിന് സഹായിക്കും. 25 മിനിറ്റ് ജോലി ചെയ്യുക, അതിനുശേഷം 5 മിനിറ്റ് ഇടവേള എടുക്കുക എന്നതാണ് ഈ രീതി. നാലാമതായി, ഇടവേളകൾ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കും. ഇതൊരു വിരോധാഭാസമായി തോന്നാമെങ്കിലും ഇടവേളകൾ എടുക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായി ജോലികൾ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇടവേളകളിൽ നമ്മുടെ തലച്ചോറിന് പുതിയ ഊർജ്ജം ലഭിക്കും. ഇത് കൂടുതൽ മികച്ച തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും നമ്മളെ സഹായിക്കും. അവസാനമായി, തുടർച്ചയായി ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബേൺഔട്ട് ഒഴിവാക്കാൻ ഇടവേളകൾ സഹായിക്കുന്നു. മാനസികമായും ശാരീരികമായുള്ള കഠിനമായ ക്ഷീണമാണ് ബേൺഔട്ട് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെയും തൊഴിൽപരമായ ജീവിതത്തെയും ദോഷകരമായി ബാധിക്കും. ഇടയ്ക്കിടെയുള്ള ഇടവേളകൾ ഈ അവസ്ഥ ഒഴിവാക്കാൻ സഹായിക്കും. ഇനി നമ്മൾ തിരിച്ചറിയേണ്ടത് എങ്ങനെ ഇടവേളകൾ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നാണ്. ഓരോ 1 മണിക്കൂറിലും 5 മുതൽ 10 മിനിറ്റ് ഇടവേള എടുക്കുക. എഴുന്നേറ്റ് നടക്കുക, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് നോക്കുക. അതോടൊപ്പം തന്നെ ലഞ്ച് ബ്രേക്ക് മുഴുവനായി ഉപയോഗിക്കുക. കമ്പ്യൂട്ടറിൽ നിന്ന് മാറി നിന്ന് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ആഴ്ച അവസാനം പൂർണ്ണമായും വിശ്രമിക്കാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ഹോബികളിൽ ഏർപ്പെടുക. സുഹൃത്തുക്കളോടൊപ്പം സമയം ചെലവഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. നമ്മുടെ ശരീരം ഒരു യന്ത്രം പോലെയാണ്. അതിനും വിശ്രമം ആവശ്യമാണ്. ഇടവേളകൾ എടുക്കുന്നത് ഒരിക്കലും സമയനഷ്ടമല്ല, മറിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിലും ഉൽപ്പാദനക്ഷമതയിലുമുള്ള ഒരു നിക്ഷേപമാണ്. നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അർഹിക്കുന്ന വിശ്രമം നൽകുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.